ഇപ്പതേ മല്ലിവിത്ത് ആയിക്കോട്ടെ, ചീരവിത്ത് ആയിക്കോട്ടെ, ഏത് തരം വിത്തുകളാണെങ്കിലും നമ്മൾ ഇന്ന് പാകി രണ്ടാമത്തെ ദിവസം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് മുളച്ച് നമുക്ക് നാലാമത്തെ ദിവസം കൊണ്ട് പറിച്ച് മാറ്റി നടാനുള്ള ഒരു ടിപ്പ് ആ ഒരു ടിപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വിത്ത് പോലും നഷ്ടപ്പെടാതെ ഇതേപോലെ നാലാമത്തെ ദിവസം തന്നെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറിച്ചു മാറ്റി നടാനായിട്ട് പറ്റും. അപ്പൊ അതിന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇപ്പോൾ എല്ലാവർക്കും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിത്തുകൾ പാകി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുളയ്ക്കുന്നില്ല എന്ന്. പ്രത്യേകിച്ച് ഇപ്പോൾ ചീരയൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യണതാണ്. അപ്പോൾ ചീര നമ്മൾ പാകി കഴിഞ്ഞത് 2 ദിവസം കൊണ്ട് ഇതുപോലെ ധാരാളമായിട്ട് കിളിച്ചു വരിക. പിന്നെ 3-4 ദിവസം കൊണ്ട് ഈ ഒരു രീതിയിലായ ഇങ്ങനെ ആവാന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ അല്ലെ. അപ്പോൾ ഒരു ചീര വിത്ത് പോലും പോകാതെ രണ്ടാമത്തെ ദിവസം ഇതുപോലെ നന്നായിട്ട് കിളിച്ചു വരാനും 3-4 ദിവസം കൊണ്ട് ഇത്രയും ഒരു രീതിയിൽ വരാനുള്ള ടിപ്പാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളതാണ് മല്ലി പാകി കിളിപ്പിക്കുക. മല്ലി അതേപോലെ തന്നെ നമ്മൾ മല്ലി പാകി കഴിഞ്ഞാൽ ഇതേ കണ്ടോ, രണ്ടാമത്തെ ദിവസം ഇതേപോലെ എല്ലാം കിളിച്ചു വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ കണ്ടു. നമ്മൾ വിത്ത് പിളർത്തിട്ടൊന്നുമില്ല, എന്നാൽ പോലും രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ട്രേയിൽ മാത്രമല്ല, ഇപ്പൊ ഇതേ ഇങ്ങനെ ട്രേ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചട്ടിയിലോ ബാഗിലോ എങ്ങനെയാണെങ്കിലും അതിലും അതേ കണ്ടു ഇങ്ങനെ കിളിച്ചു വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 ദിവസം മതി ഇതൊക്കെ കിളിച്ചു വരാനും. അതുപോലെ മല്ലി ഒരു 3-4 ദിവസം കൊണ്ട് ഈ ഒരു വളർച്ച എത്താനും. കണ്ടോ, നമ്മൾ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ചിരട്ടയിലാണെങ്കിലും മല്ലി പാകി ഈ ഒരു അവസ്ഥ വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രല്ല, ഇനിയിപ്പോ നമുക്ക് എല്ലാതരം ഇപ്പൊ മുളകോ വെണ്ടയോ തക്കാളിയോ വഴുതനയോ ഏതും ആവട്ടെ, നമുക്ക് എല്ലാ വിത്തുകളും പാകി വളരെ പെട്ടെന്ന് തന്നെ ഒന്നും നഷ്ടപ്പെടാതെ കിളിച്ചു വരാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അല്ലെ, നമ്മൾ പാകി കറക്റ്റ് ആയത് കണ്ടല്ലോ അല്ലെ. ഇനി ഇതിന് നമ്മൾ എന്തൊക്കെ പോട്ടിംഗ് മിക്സ് ആണ് എടുക്കുക, ഇത് എന്തിലാണ് ഇട്ട് കുതിർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇതൊക്കെ തൽക്കാലം മാറ്റി വെക്കുകയാണ്. അപ്പൊ എല്ലാവരും കണ്ടല്ലോ അല്ലെ, നമ്മുടെ മല്ലി ആണെന്നുണ്ടെങ്കിലും ചീര ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് പാകാനായിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം അതിനു മുന്നേ നമ്മളുടെ അടുത്തുള്ള വിത്ത് ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇപ്പൊ മല്ലി വിത്താണെന്നുണ്ടെങ്കിലും പയർ വിത്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ഇന്ന് ഇവിടെ പാകി കാണിക്കുന്നുണ്ട്. മല്ലിയുടെ വിത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. മല്ലിയല്ല, മല്ലി വിത്ത് വാങ്ങിയിട്ടാണ് നമ്മൾ ആക്കുന്നത്. അതുപോലെ തന്നെ നല്ല വയലറ്റ് പയറുണ്ടല്ലോ, അതിൻ്റെ വിത്തുമാണ് നമ്മൾ ഇന്ന് ഇവിടെ പാകി നിങ്ങൾക്ക് കറക്റ്റ് ആക്കി തരുന്നത്. ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഇത് കറക്റ്റായിട്ട് ആവുന്നില്ല എന്ന്. കണ്ടോ, മല്ലിയൊക്കെ രണ്ടാമത്തെ ദിവസം തന്നെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനായിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം അല്ലെ. ആ ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുതിർത്താനായിട്ട് ഇടുകയാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ ദിവസം തന്നെ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ്കോന്റെ നാനോ DAP ആണ് നമ്മൾ ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇഫ്കോന്റെ നാനോ DAP ഒഴിക്കുന്നത് മൂലം 2 ദിവസം കൊണ്ട് ഏത് തരം വിത്താണെന്നുണ്ടെങ്കിലും നല്ല കരുത്തോടെ അത് കിളിച്ചു വരുന്നുണ്ട്. നമ്മൾ ചെയ്ത് സക്സസ് ആയതാണ്, നിങ്ങൾ കണ്ടതാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ചിരട്ടയിലുള്ള ഒരു കൃഷി എന്നുള്ളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ വിത്ത് പാകുന്നത് അത് നമുക്ക് അത്രയും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റായി. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ കുറച്ച് അളവാണ് എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഞാനിപ്പോൾ വളരെ കുറവ് അളവാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇപ്പൊ നമ്മൾ 1 ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ 5 ml ആണ് ഇതിൽ ഒഴിക്കേണ്ടത്. പക്ഷെ ഞാൻ കുറച്ചാണ് ഇതിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വളരെ കുറവ് അളവ് നമ്മൾ ഇഫ്കോന്റെ നാനോ DAP ഇതിൽ ഒഴിച്ചു.
ഇതിൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ പയറും അതുപോലെ തന്നെ മല്ലിയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2 പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് ഇടാം. ഞാനിതിപ്പോൾ ഇത്രയും മല്ലിയാണ് ഇതിൽ കുതിർത്താനായിട്ട് ഇടുന്നത്. അതുപോലെ തന്നെ പയറും ഇത്രയും പയർ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. ഇപ്പൊ ഏത് വിത്താണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള വിത്താണെങ്കിൽ ഒരു 10 മിനിറ്റ് കുതിർത്താൻ ഇട്ടാൽ മതി. അതല്ല ഇങ്ങനെ കോട്ടിങ്ങോട് കൂടിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന വിത്താണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അരമണിക്കൂർ ഇടണം, എങ്കിലാണ് അത് കുതിർന്ന് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അരമണിക്കൂർ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാം അല്ലേ. അപ്പൊ ഞാനിവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചകിരി കമ്പോസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മണ്ണിന്റെ pH 6നും 7നും ഇടയിൽ, അതുപോലെ വളങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല ചെടികൾക്ക് നല്ല കരുത്ത് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരി കമ്പോസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ pH എന്ന് പറയുന്നത് 6ന്റെയും 7ന്റെ ഇടയിലാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ ഇത് പാകി കിളിപ്പിക്കാറ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാധാ ചകിരി കമ്പോസ്റ്റ്, ചകിരി ചോറല്ല, സാധാ ചകിരി കമ്പോസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നിങ്ങൾക്ക് കുറച്ച് സ്യൂഡോമോണസ് ചേർക്കാം. സാധാ ചകിരി കമ്പോസ്റ്റില് കുറച്ച് സ്യൂഡോമോണസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വിത്ത് പാകാം. അപ്പം നമ്മൾ അങ്ങനെയല്ല, ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരി കമ്പോസ്റ്റിലോട്ട് ഇതേ ഒരു സ്പെഷ്യൽ സംഭവം നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ എല്ലാ വിത്തും പാകാറ്. അല്ലെങ്കിൽ ചെടി നിങ്ങൾക്ക് പലർക്കും നമ്മുടെ അടുത്ത് നിന്ന് സ്പെഷ്യൽ വെജ് മീലും ഫ്ലവർ മീലൊക്കെ വാങ്ങുന്നവർക്ക് ഇത് കിട്ടാറുണ്ട്. ഇത് ചെടി നല്ല കരുത്തായിട്ട് വളരാനും മണ്ണിലൂടെയുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതും കൂടെ ചേർത്തോണ്ടാണ് സാധാരണയായിട്ട് വിത്തുകൾ പാകുക, അതേപോലെ തന്നെ ചെടികളൊക്കെ പറിച്ചു നടുക. അപ്പൊ ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് നല്ല കരുത്തായിട്ടും ചെടികളൊന്നും ആടിപ്പോകാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രേ ആണ് ആവശ്യം. ഇപ്പൊ ട്രേ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗ്ലാസ് അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചട്ടിയോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അതെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതിലാണെന്നുണ്ടെങ്കിൽ കണ്ടു പാകി കിളിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രേയിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിത്ത് പാക എന്നുള്ളത് കാണിക്കാനാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഓരോ കുഴിയിലും ആയിട്ട് നമുക്കിങ്ങനെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമ്മൾ എല്ലാത്തിലേക്കും ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ എല്ലാവിടെയും ഇതായി കിട്ടിയോളും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഓരോ കുഴിയിലേക്ക് എന്നുള്ള രീതി വേണ്ട നമുക്ക്. നമ്മളിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞല്ലോ അല്ലേ. ഇനി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അമർത്തി കൊടുക്കണം. നമ്മളുടെ വിത്ത് പാകാനായിട്ട് ഇപ്പൊ നമ്മളിത് ഒരെണ്ണത്തിൽ വെച്ചു, വേറെ ഒരെണ്ണം വെച്ച് നമ്മൾ ഇതൊന്നിങ്ങനെ പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക. വളരെ ഈസിയാണ്, അത്ര ബലമൊന്നും പ്രയോഗിക്കണ്ട. പതിയെ ഒന്ന് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കുഴിഞ്ഞു കിട്ടും. കണ്ടുവോ, ഇത് കുഴിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ. ഇനി ഇതിലാണ് നമ്മൾ വിത്തുകൾ പാകേണ്ടത്. അതിനുശേഷം വീണ്ടും ഈ പോട്ടി മിക്സ് നമ്മൾ അതിൻ്റെ മേലെ ഇട്ട് ഹ്യൂമിക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമ്മുടെ തൈകളൊക്കെ വളർന്നു വരും കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ ഒന്നും കൂടെ ഇത് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുന്നു കരുതുന്നു. ഇനി നിങ്ങളുടെ അടുത്ത് വാമുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കുഴിയിലൊക്കെ കുറേശ്ശെ വാമിട്ട ശേഷം വിത്ത് വെക്കാം. പക്ഷെ നമ്മൾ ഇപ്പൊ ഇത് DAP അതിൽ മുക്കിയിട്ട് വെക്കുന്നത് മൂലം അതിന്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇപ്പൊ DAP ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോ ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട് നമ്മളിത് കുതിരാനായിട്ട് വെച്ചിട്ട് അല്ലേ. നമ്മുടെ ഇത് ഞാൻ അങ്ങനെ തന്നെ ആക്കുന്നത്.
ഇത് രണ്ടാക്കി പിളർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ചപ്പാത്തി കോലോ മറ്റോ വെച്ചിട്ട് രണ്ടായി പിളർത്താം, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാലും ആവുന്നുണ്ട്. ഞാൻ പക്ഷെ ഇതിപ്പോ അങ്ങനെ തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കുഴിയിൽ 2-3 എന്നുള്ള രീതിയിൽ ഇടാം. ഇപ്പൊ ഒരെണ്ണം എന്നില്ല. അപ്പൊ നമുക്കത് എല്ലാതും നല്ല കരുത്തായിട്ട് വളരാനായിട്ട് നമുക്ക് ഇതില് ഇപ്പൊ നമ്മളുടെ ഇഷ്ടമാണ്. ഇത് ഇപ്പൊ 1-2 ഇടണമെങ്കിൽ അങ്ങനെ ആവാം. അതല്ല നമുക്ക് ഇതേപോലെ കുറച്ചധികം ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ഈ കുറച്ചധികമാണ് കേട്ടോ ഇടുന്നത്. മല്ലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര അധികമായിട്ട് ഇടുന്നത്. അപ്പൊ മറ്റുള്ള വിത്തുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ മല്ലി നമ്മൾ ഓരോന്നൊന്നുമല്ല, ആവശ്യാനുസരണം ഇതിലിട്ടിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ളതിൽ ഞാനിതേ പയറ് വിത്താണ് ഇടുന്നത്. ഇതും അരമണിക്കൂർ കഴിഞ്ഞു. പയറ് വിത്ത് നമ്മൾ ഓരോന്നാണ് ഇടാനായിട്ട് പാടുള്ളൂ. ഓരോ പയറുമണിയാണ് വെക്കാനായിട്ട് പാടുള്ളൂ. ഒരെണ്ണത്തിൽ 2 കിളിക്കാനായിട്ട് പാടില്ല. ഓരോന്നാണ് നമ്മൾ ഇതിൽ വെക്കേണ്ടത്. ഇപ്പൊ നമ്മൾ മറ്റൊരു ട്രേ വെച്ച് അമർത്തിയത് കൊണ്ട് അത്യാവശ്യം ഇതിൽ കുഴിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വെച്ചു, കണ്ടല്ലോ അല്ലെ. മല്ലിയും അതെ, നമ്മൾ ഇനിയിപ്പോ ഇതിൽ നോക്കണ സമയത്ത് ഒരെണ്ണത്തിൽ അധികം മല്ലിയില്ല. അപ്പൊ നമുക്ക് 2-3 കൂടി അതിലേക്ക് ഇടാം. കണ്ടോ, അപ്പൊ മല്ലി നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പയറാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ അല്ലെ എല്ലാവരും. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മുടെ ഇതുണ്ടല്ലോ, അത് ഇട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതിനും നമുക്ക് ഇങ്ങനെ ഒന്ന് മേലെ കൂടെ ഇട്ട് ഒന്ന് ഒന്നിങ്ങനെ വടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ എല്ലാവരും ആ ഒരു ട്രേ ഒന്ന് സംഘടിപ്പിക്കുക. ഇനിയിപ്പോൾ ട്രേ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ അടുത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ട്രേ തന്നു വിടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ PRS ഓൺ വീൽസ് വരുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നമ്മൾ ട്രേകൾ തരുന്നതായിരിക്കും. അപ്പം ഇതിലെല്ലാത്തിലും നമ്മൾ നിറച്ച് കഴിഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പതിയെ ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ഇല്ലെങ്കിലും പ്രശ്നമില്ല. അത് ചെയ്ത കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വിത്തുകളൊന്നും പുറത്തു പോവാതിരിക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പതിയെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പൊ ഇതെല്ലാം അമർത്തി കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ഇത് നാനോ DAP ഇല്ല, നിങ്ങൾ അതിലല്ല വിത്ത് കുതിർത്തിയതെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഹ്യൂമിക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് വിത്ത് കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഈ വെള്ളം തന്നെയാണ് നമ്മളിപ്പോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്യൂഡോമോണസ് ലായനിയിൽ വേണം വിത്ത് കുതിർത്താനായിട്ട് വെക്കാൻ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇതെല്ലാം നല്ല കരുത്തായിട്ട് വളരും. അപ്പൊ ഇല്ലാത്തവര് സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെക്കുക. എന്നിട്ട് ഇത് പാകുക. അതിനുശേഷം ഹ്യൂമിക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് വെയിലും അതുപോലെ തന്നെ മഴയൊന്നും നേരിട്ടടിക്കാത്ത രീതിയിൽ മാറ്റി വയ്ക്കുക. 2 ദിവസം കൊണ്ട് ഇത് കിളിച്ചു വരും. നമുക്കിതേ അങ്ങനെ കിളിച്ചു വന്നിട്ടുള്ളതാണ്. 2ാമത്തെ ദിവസം തന്നെ ഇതേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതേപോലെ ചീരയും ചെയ്തിരുന്നു. ചീരയും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നീട് ഓരോ ദിവസങ്ങളിലും ഇതിന് നല്ലൊരു വളർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കറിയാം ഇഫ്കോന്റെ ഓരോരോ സംഭവങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല കരുത്തായിട്ട് വളരാനും ഒക്കെയും സാധിക്കും. അപ്പൊ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ.